വെള്ളമുണ്ട, തൊണ്ടർനാട് പഞ്ചായത്തുകളിലാണ് തട്ടിപ്പ് നടന്നത്. ആദിവാസി മേഖലകളിലെത്തുന്ന ഇടനിലക്കാർ ചെറിയ ഗ്രൂപ്പുകൾ രൂപീകരിക്കും. പിന്നീട് അംഗങ്ങളുടെ ആധാർ കാർഡുകളും മറ്റ് രേഖകളും ആവശ്യപ്പെടും. ഇവരുടെ പേരിൽ ഈ രേഖകൾ ഉപയോഗിച്ച് വലിയ വായ്പകൾ സംഘടിപ്പിക്കുന്നു എന്നാണ് പരാതി. ചെറിയ തുക അംഗങ്ങൾക്ക് നൽകുകയും ചെയ്യും. തൊണ്ടർനാടിൽ 2ഉം വെള്ളമുണ്ടയിൽ 1 കേസും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എടുക്കാനാണ് നിങ്ങൾ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് ഇവർ കൈപ്പറ്റുന്നത്. അങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്ന് വന്ന് കൈവച്ച് തന്നാൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട, തിരിച്ചടയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവർക്കിത് സത്യം അറിയുന്നില്ല. ഇവര് വിചാരിച്ചു. ട്രൈബൽ പ്രൊമോട്ടർമാരാണ് തട്ടിപ്പ് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത്. സംഘങ്ങളെപ്പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം പ്രധാനമന്ത്രി നൽകുന്ന തുക ലഭ്യമാക്കാനാണെന്ന് വിശ്വസിപ്പിച്ചും സമാന തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. വായ്പകൾ വാങ്ങുന്നവരോട് ഇക്കാര്യങ്ങൾ പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കരുതെന്നും ഇടനിലക്കാർ പറയുന്നു. തുച്ഛമായ തുക ലഭിച്ച പലരും വലിയ സാമ്പത്തിക ബാധ്യതയിലായതോടെയാണ് തട്ടിപ്പ് പുറത്തുവരുന്നത്. സംഭവത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും വേണമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം. കൈരളി ന്യൂസ്, വയനാട്.